ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 5-ാം സ്കന്ധം നാരായണീയം ദശകം 20-21 ദശകങ്ങളിലായിട്ടാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദാഗ്നീന്ദ്രരാജാദുദിതോ ഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. സ്വയംഭൂമനുവിൻ്റെ പ്രഥമപുത്രനായ പ്രിയവ്രതൻ്റെ ഇഷ്ടസന്താനമായിരുന്നു അഗ്നീന്ദ്രൻ എന്നു പേരായ രാജാവ്. അഗ്നീന്ദ്രപുത്രനായ നാഭിരാജൻ അങ്ങയുടെ പ്രസാദത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന യാഗമധ്യത്തിൽ വെച്ച് അഭീഷ്ടദായകനായ അങ്ങയെ പ്രത്യക്ഷ രൂപത്തിൽ ദർശിച്ചു. അഭ്യുഷ്ടതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞഃ സ്വതുല്യം സുതമർത്യമാന സ്വയം ജനിഷ്യേഹമിതി ഭ്രുവാണസ്ഥിരോദതാ ബർഹിഷി വിശ്വമൂർത്തേ. അല്ലയോ നിഖിലപ്രപഞ്ചസ്വരൂപനായ വിഷ്ണു, അപ്പോൾ മഹർഷിവര്യന്മാരാൽ വാഴ്ത്തപ്പെട്ടവനും അങ്ങയ്ക്കു തുല്യനായ പുത്രനെ നാഭിരാജാവിനാൽ അർത്ഥിക്കപ്പെട്ടവനുമായ അങ്ങ് ഞാൻ സ്വയം പുത്രനായി ജനിക്കാമെന്നുര ചെയ്തുകൊണ്ട് അഗ്നിയിൽ തിരോധാനം ചെയ്തു. നാഭിപ്രിയായാമധമേരുദേവ്യാം ത്വമംശദോ ഭൂഋഷഭാഭിധാന അലോകസാമാന്യഗുണപ്രഭാവപ്രഭാവിതാശേഷജനപ്രമോദ. അനന്തരം നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ ഋഷഭൻ എന്നു പേരോടുകൂടി സ്വാംശത്താൽ അവതരിച്ച അങ്ങ് അലോകസാധാരണങ്ങളായ ഗുണപ്രഭാവങ്ങളാൽ എല്ലാവർക്കും ആഹ്ലാദമുളവാക്കി. ത്വയി ത്രിലോകീഭൃതിരാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവന്നിഷേവി ഗതഃ കിലാനന്ദപദം പദം തേ. നാഭിയാകട്ടെ ത്രിലോകങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ രാജ്യഭാരമേൽപ്പിച്ച് തപസ്സു ചെയ്യാൻ വനത്തിൽ പോവുകയും അങ്ങയെ തന്നെ ഭജിച്ചുകൊണ്ട് മുക്തിദായകമായ പരമപദം പ്രാപിക്കുകയും ചെയ്തു. ഇന്ദ്രസ്തദുൽക്കർഷകൃതാദമർഷാദ്വർഷനാസ്മിന്ന ജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യദദാസു വർഷം. അങ്ങയുടെ മഹത്വം കണ്ടറിഞ്ഞ് അമർഷം പൂണ്ട ഇന്ദ്രൻ അങ്ങയുടെ രാജ്യമായ അജനാഭവർഷത്തിൽ മഴ പെയ്യിക്കാതിരുന്നപ്പോൾ ഋഷഭദേവനായ അങ്ങ് യോഗപ്രഭാവത്താൽ സ്വന്തം ഭൂമിയിൽ ധാരാളം മഴയുണ്ടാക്കി തീർത്തു. ജിതേന്ദ്രദത്താംഗമനീം ജയന്തീം മദോദ്വഹന്നാത്മരദാശയോബി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിരീശോ ഭരതോഗ്രജന്മാ. അങ്ങയുടെ യോഗപ്രഭാവം മൂലം പരാജിതനായ ഇന്ദ്രൻ മനോഹരിയായ ജയന്തിയെ ദാനം ചെയ്തു. അങ്ങ് അവളെ വിവാഹം ചെയ്യുകയും ഈശ്വരങ്കൽ ലയിച്ച് മനസ്സോടുകൂടിയിരിക്കെ തന്നെ 100 പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. അവരിൽ ജ്യേഷ്ഠപുത്രനാണ് പിന്നീട് സൽകീർത്തി നേടിയ ഭരതമഹാരാജാവ്.
ഈ ഋഷഭദേവന്റെ പുത്രനായ ഭരതൻ ഭരിച്ചതുകൊണ്ട് ഭാരതഖണ്ഡമെന്ന് പേരുണ്ടായി. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈഗാത്വശീതിസ്തവശേഷപുത്രാസ്തപോബലാൽ ഭൂസുരഭൂയമീയോ. അവരിൽ 9 പേർ മുനിവര്യന്മാരായി തീർന്നു. മറ്റ് 9 പേർ ഭാരതഭൂമിയിലെ 9 ഭൂഖണ്ഡങ്ങളെ പരിപാലിച്ചു വന്നു. ശേഷിച്ച അങ്ങയുടെ പുത്രന്മാർ എല്ലാവരും തപോബലത്താൽ ബ്രാഹ്മണരായി തീർന്നു. ഉക്ത്വാ സുതേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തിഭക്തിന്നിദമുക്തിമാർഗം സ്വയം ഗതപാരമഹംസ്യവൃത്തിമഥാ ജഡോന്മത്തപിശാചചര്യാം. അനന്തരം അങ്ങ് മഹർഷിവര്യന്മാരുടെ ഇടയിൽ വെച്ച് പുത്രന്മാർക്ക് വിരക്തി, ഭക്തി എന്നിവയടങ്ങിയ സായുജ്യമാർഗം ഉപദേശിച്ചു കൊടുക്കുകയും സ്വയം പരമഹംസനായി മൂഢൻ, ഭ്രാന്തൻ, പിശാച് എന്നീ അവസ്ഥകൾ ധരിക്കുകയും ചെയ്തു. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃത്സ്നാം മഹീമഹീനാത്മരസാഭിലീന. പരമാത്മാവുമായി ലയം പ്രാപിച്ചു കഴിഞ്ഞിട്ടും പരന്മാർക്ക് മുക്തിമാർഗം തെളിയിച്ചു കൊടുത്തിരുന്ന അങ്ങ് സർവരുടെയും നീരസത്തിന് പാത്രമായെങ്കിലും വികാരഹീനനായി സച്ചിദാനന്ദമാസ്വദിച്ചുകൊണ്ട് ഭൂതലം മുഴുവൻ ചുറ്റി നടന്നു. ശയോവൃതംഗോ മൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗഃ കുടുകാചലേ ത്വം താപാൻ മമാപാകുരുവാദനാഥ. മലമ്പാമ്പ്, പശു, ഹിംസ്രജന്തു, കാക്ക എന്നിവയുടെ ജീവിത സമ്പ്രദായമനുഷ്ഠിച്ച് വളരെ കാലം ജീവിച്ച് അങ്ങയുടെ ആത്മാവ് പരമപദം പ്രാപിച്ചതിനു ശേഷം ശരീരം കുടുകുമലയിൽ വെച്ച് കാട്ടുതീയിൽ ദഹിച്ചുപോയി. അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ ക്ലേശങ്ങളെ നശിപ്പിക്കണേ. ഗുരുവായൂരപ്പ.